ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 3 നവരാത്രി ആരംഭിക്കുകയാണ്. ജ്യോതിഷപരമായും നവരാത്രി ഏറെ പ്രാധാന്യമുള്ള ഒന്നു തന്നെയാണ്. ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരണഭൂതനായ ശുക്രൻ നിലവിൽ സ്വരാശിയായ തുലാത്തിലാണ് ഭ്രമണം ചെയ്യുന്നത്. തുലാം രാശിയിലെ ഈ ശുക്രന്റെ ഭ്രമണം വളരെയധികം വിശേഷപ്പെട്ട രാജയോഗങ്ങൾ നൽകുന്നുമുണ്ട്. അതിലൊന്നാണ് കേന്ദ്ര ത്രികോണ രാജയോഗം. കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ഈ നവരാത്രി കാലത്ത് ചില നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ് കൈവരുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ഭാഗ്യാനുഗ്രഹത്താൽ വന്നു ചേരുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുവാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരുന്ന ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ ലാഭകരമാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ചില സന്താന സംബന്ധമായ കാര്യങ്ങൾ അല്പം ദുരിതങ്ങളുണ്ടാകുവാൻ ഇടയുള്ള ഒരു സമയം കൂടിയാണ്. കുട്ടികളുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ പ്രശ്നങ്ങൾ വന്നെത്തും. ഇവ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും ഈ കാലയളവിൽ പുതിയ പ്രണയബന്ധങ്ങൾ രൂപപ്പെടുവാനും അവ വിവാഹത്തിൽ വരെ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. ദീർഘകാലമായി കാത്തിരുന്ന നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകും. പ്രത്യേകിച്ചും കുറെ കാലമായി ബിസിനസ്സിൽ മാന്ദ്യം അനുഭവപ്പെട്ടിരുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ സംശയിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ അവസരങ്ങളെല്ലാം വന്നെത്തുന്നത്. ചിട്ടി, ലോട്ടറി, അതുമല്ലെങ്കിൽ സമ്മാനം എന്നിവ ലഭിക്കാൻ നിങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. ചിങ്ങരാശിക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതാണ്. കന്നി രാശിക്കാർക്ക് അനുകൂലമായ തൊഴിൽ മാറ്റവും സ്ഥാനക്കയറ്റവുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങത്തിലെ ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ വിജയം, സാമ്പത്തിക ലാഭം എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ധാരാളം ഭൂസ്വത്തുക്കൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ്. വളരെയധികം വായനാശീലം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാഹിത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ രചന പ്രസിദ്ധീകരിക്കുവാനുള്ള അവസരം സിദ്ധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്ര പോകുവാനുള്ള അവസരം ഉണ്ടാകുകയും അത് നിങ്ങൾക്ക് മനസ്സംതൃപ്തിയും കുടുംബ അഭിവൃദ്ധിയും ഉണ്ടാക്കുകയും ചെയ്യും. വളരെ കാലമായി സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും നടത്തിയ ആളുകൾക്ക് സൽസന്താന ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. ശത്രുക്കളെ കൊണ്ട് ഉണ്ടായിരുന്ന എല്ലാവിധ ദോഷവും കേസ് വഴക്കുകളുമെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇല്ലാതാകുന്നതാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക നക്ഷത്ര ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർക്ക് നിർണായകമായ സൗഭാഗ്യമാണ് വന്നെത്തിയിരിക്കുന്നത്. ഭൂമി, വാഹനം ഇവയെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ദീർഘനാളുകളായി സന്താനത്തിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യമുണ്ടാകും. രോഗങ്ങൾ അലട്ടിയിരുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. കഫ, വാത, പിത്ത രോഗമുള്ള ആളുകൾ വിദഗ്ധ ചികിത്സ തേടുന്നത് വളരെയധികം ഗുണകരമായി തീരും. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം ഉയരുവാൻ പോകുന്നു. ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും വളരെയധികം ധന നേട്ടമുണ്ടാകും. ഈ സമയം നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. വിദേശവാസം, അതുമല്ലെങ്കിൽ ജോലി എന്നിവ നിങ്ങളുടെ അനുഭവത്തിൽ വരും. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നിരുന്നാലും ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് സർക്കാരിൽ നിന്നുമുള്ള വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും.
വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങളെല്ലാം മാറി വളരെയധികം ശാന്തി ലഭിക്കുന്നതാണ്. നവീന ഗൃഹയോഗം, ധനലാഭം, ശത്രുഹാനി, സൽസുഹൃത്തുക്കളെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ കിട്ടുകയും ഭാര്യ ഭർത്തൃ സന്താന സൗഖ്യവുമെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരസുഖം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടി ആയതിനാൽ ധാരാളം തൊഴിലാളികളെ വെച്ചുള്ള സ്ഥാപനം നടത്തുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കപ്പെടും. കുടുംബ വകയുള്ള സ്വത്തുക്കളെല്ലാം വന്നു ചേരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ പ്രീതി നേടുവാൻ സാധിക്കുന്നതാണ്. ചിലർക്ക് ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും വളരെയധികം സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാവുന്നതാണ്. രോഹിണി, അത്തം, തിരുവോണ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യമാണ് നിങ്ങളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തികരമായി ഭവിക്കും. തൊഴിൽപരമായ കാലം നിങ്ങൾക്ക് അനുകൂലമായാണ് ഭവിച്ചിരിക്കുന്നത്. സംരംഭങ്ങൾ എല്ലാ രീതിയിലും തുടങ്ങാൻ പറ്റിയ സമയം കൂടിയാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വളരെയധികം വർദ്ധിക്കും. ചില ആളുകൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. സന്താനം, പുതിയ വീടൊക്കെയും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളോടൊപ്പം വിദേശ യാത്ര നടത്തുവാനും പുതുവസ്ത്രം, സാമ്പത്തിക ലാഭം, ആടയാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ തർക്കം നടക്കുവാനും ഇടയുണ്ട്. അപ്രതീക്ഷിതമായി വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും വളരെയധികം തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരുതരം പേടി അഥവാ മനക്കെട്ടി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം കീർത്തി, പ്രശംസ എന്നിവയൊക്കെയും വന്നുചേരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അന്യജനങ്ങളിൽ നിന്നും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പക്ഷം ജനപ്രീതി നേടുവാൻ സാധിക്കുന്നതാണ്. നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹം നടക്കും. കൃഷി, മറ്റ് വിഭവസമൃദ്ധമായ ബിസിനസ് നടത്തുന്നവർക്ക് ധനലാഭം, കീർത്തി, മറ്റുള്ളവരിൽ നിന്നും നല്ലത് കേൾക്കുവാനുള്ള യോഗം എന്നിവയെല്ലാം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ബുധ, വ്യാഴ, ശുക്ര ദശാകാലങ്ങളിൽ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ യഥാവിധി ദശാപഹാര പരിഹാരം ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കും. ചിത്തിര, അവിട്ടം, മകയിരം നക്ഷത്ര നാളുകളിൽ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യമാണ് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വാഹന ഭാഗ്യം, പുതിയ വീട് എന്ന ആഗ്രഹം സഫലമാകുന്നതാണ്. സ്വന്തമായി ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കൾ എല്ലാവരും നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. സർക്കാർ തലത്തിൽ ജോലിയിലിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. വളരെ കാലമായി പിണങ്ങിയിരുന്ന നിങ്ങളുടെ ബന്ധുക്കൾ തമ്മിൽ രമ്യതയിൽ എത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകും. രോഗങ്ങളെല്ലാം മാറി ശരീരസുഖം വളരെയധികം കൈവരിക്കുന്നതാണ്. കുടുംബത്തിൽ അഭിവൃദ്ധി, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരിക, വ്യവഹാര വിജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി ധനലാഭം, രോഗങ്ങളെല്ലാം മാറി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും. നിങ്ങളുടെ ബന്ധുജനങ്ങളുമായി രമ്യതയിൽ കഴിയുക, ജീവിത പങ്കാളി, സന്താനം എന്നിവരുമായി വളരെയധികം ഐക്യത്തിൽ ജീവിക്കുക എന്നിവയെല്ലാം ഈ സമയത്ത് ഭവിക്കുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ബഹുമാനം കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ വൻ അബദ്ധത്തിന് വഴിയൊരുക്കുന്നതാണ്. പോരുരുട്ടാതി, പുണർതം, വിശാഖം എന്നീ നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം വിജയം നേടുവാനുള്ള അവസരങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗാതി ദുരിതങ്ങളും മാറി ആരോഗ്യം വളരെയധികം വർദ്ധിക്കും.
കുടുംബകാര്യങ്ങളിൽ വളരെ നാളുകളായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി വളരെയധികം മനസ്സന്തോഷം, ദാമ്പത്തിക ഐക്യം, പുത്രസുഖം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. രാഷ്ട്രീയം, കല, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുന്ന സമയം കൂടിയാണ്. വിശിഷ്ട വ്യക്തികളുമായി വേദി പങ്കിടുവാനുള്ള അവസരം സിദ്ധിക്കും. അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഭൂമി സ്വന്തമാക്കുവാൻ ഇടവരും. തൊഴിലിൽ വിജയം, വിശിഷ്ട വ്യക്തികളാൽ ആദരിക്കപ്പെടുവാനുള്ള യോഗം, ജീവിത സുഖഭോഗങ്ങൾ യഥാവിധം ലഭിക്കുക, ധനധാന്യ വർധനവുണ്ടാകുക, അധികാരപ്രാപ്തിയുള്ള തൊഴിലുകൾ ലഭിക്കുവാനുള്ള അവസരം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹത്താൽ വന്നുചേരുന്നതാണ്. ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്ര ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രം അതുമല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വ്രതം അനുഷ്ഠിച്ച് ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് സ്വർഗീയമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കളുടെ മേലുള്ള വിജയം ലഭിക്കുന്ന ഒരു സമയമാണ്. കോടതി കേസുകളിൽ വിധി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എവിടെയും മാന്യതയും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാവിജയം, സാഹിത്യകാരന്മാർക്ക് എഴുത്തുകുത്തുകളിൽ കൂടിയുള്ള ഗണ്യമായ ഫലങ്ങൾ ഉണ്ടാകും. പ്രവർത്തന വിജയം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പഴയ വീട് പുതുക്കി പണിയുവാനോ സ്വത്തുവകകൾ ലഭിക്കുവാനോ സാധ്യതയുണ്ട്. തൊഴിലിൽ വളരെയധികം വിജയം, ധനലാഭം, ജനങ്ങളാൽ അറിയപ്പെടുക, ലോട്ടറി, നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുക. ജീവിതത്തിൽ പുതിയ പുതിയ ചില പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും അവസരം വന്നുചേരും. സർവ്വസുഖാനുഭവങ്ങൾ, വ്യവഹാര വിജയം, ശത്രുനാശം എന്നിവയെല്ലാം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ചിലർക്ക് പ്രേമകാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കുവാനും ഇഷ്ടപ്പെട്ട പങ്കാളിയെ തന്നെ സ്വന്തമാക്കുവാനുമുള്ള അവസരം ലഭിക്കും. അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ ഇടവരും. എന്നാൽ ചില അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് അപവാദത്തിന് കാരണമാകുന്നതിനാൽ ഈ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വയ്ക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തൃക്കേട്ട, ആയില്യം, രേവതി നക്ഷത്ര ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.